സീരീസിന്റെ തുടക്കത്തിൽ രാവിലെ ജോഗിങ്ങിനിറങ്ങിയ ഹസനെയും അവളുടെ കൊളീഗ്സിനെയും കാണാം. ഹസൻ ഒരു പോലീസ് ഓഫീസറാണ്. ജോഗിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി തന്റെ അച്ഛനെയും മകനെയും ഒക്കെ കണ്ട ശേഷം അവൾ ജോലിക്കിറങ്ങി. ലണ്ടനിലെ ഒരു പ്രതിഷേധത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കുന്നതായിരുന്നു ഇന്നത്തെ ഡ്യൂട്ടി. പ്രതിഷേധക്കാർ എത്ര പ്രൊവോക്കേറ്റ് ചെയ്താലും ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കണം എന്നായിരുന്നു അവർക്ക് കിട്ടിയ ഓർഡർ. അങ്ങനെ പ്രതിഷേധം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുമ്പോഴാണ് ഹസൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെയുള്ള ഒരു വേസ്റ്റ് ബിന്നിന്റെ പുറകിൽ 10-16 വയസ്സ് തോന്നിക്കുന്ന ഒരു ഏഷ്യൻ പയ്യൻ ഇവളെ തന്നെ നോക്കി പരിങ്ങി നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ സ്ട്രീറ്റിലുള്ള എല്ലാ ഇലക്ട്രിക് പോളിലെ ബൾബുകളും ഒരുമിച്ച് പൊട്ടുന്നത്. അതോടെ ഹസന്റെ വോക്കി ടോക്കിയിലെ കണക്ഷനും കട്ടായി. പെട്ടെന്ന് ആ പയ്യൻ ഒരു പിസ്റ്റളും കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ആരെയും ഹെൽപ്പിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഹസൻ ഒറ്റയ്ക്ക് അവന്റെ പുറകെ ഓടി. അവനെ പിന്തുടർന്നോടിയ ഹസൻ ആളൊഴിഞ്ഞൊരു തെരുവിൽ തന്റെ നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന ആ പയ്യനെയും അവന്റെ അടുത്ത് നീക്കടായി കിടക്കുന്ന ഒരു ബോഡിയും കണ്ടു. ഹസനെ കണ്ടപാടെ ടെൻഷനോടെ ആ പയ്യൻ അവളോട് തോക്ക് താഴേക്കിടാൻ പറയാണ്. അവൾ അവളുടെ തോക്ക് താഴെ വെച്ചതും ഞാനല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ആ പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോയി. നിലത്ത് കിടക്കുന്ന ബോഡി ഒരു ആണിന്റേതായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. അതേപോലെ ആ ബോഡിയുടെ ഒരു കണ്ണിൽ ബുള്ളറ്റ് കൊണ്ട പോലെ ഒരു മുറിവും ഉണ്ടായിരുന്നു. ഷഹാര ഹസൻ ഈ ബോഡി കണ്ടെത്തിയ സ്ഥലത്തിന്റെ പേര് ലോങ് ഹാർവസ്റ്റ് ലെയിൻ. വർഷം 2023. ഇനി 1941. ഇതാണ് ഡിറ്റക്റ്റീവ് കാൾ വൈറ്റ്മാൻ. ഇയാളൊരു ജൂതനാണ്. ഈ ഒരു 1940s എന്ന് പറയുന്നത് വേൾഡ് വാർ 2 നടന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. നമ്മുടെ ഈ കഥയിൽ ലോങ് ഹാർവസ്റ്റ് ലെയിൻ ലണ്ടനിലാണ്. ആൻഡ് നമുക്കെല്ലാം അറിയുന്ന പോലെ ആ ടൈമിൽ ജർമ്മനിയുടെ മെയിൻ ടാർഗറ്റ് ലണ്ടൻ ആയിരുന്നു. സോ എപ്പോൾ വേണമെങ്കിലും ഒരു ഷെൽ അറ്റാക്ക് ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു അവിടെയുള്ളവരുടെ ലൈഫ്. ഇനി വൈറ്റ്മാന്റെ ഓഫീസിലാണെങ്കിൽ ഇയാളുടെ സീനിയർ ഇൻസ്പെക്ടറായ ഫെയർവെല്ലിന് വൈറ്റ്മാനെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഈ ഓഫീസിൽ ചാരന്മാരുണ്ടെന്നും അതിലൊരാൾ ഈ വൈറ്റ്മാൻ ആണോ എന്നൊക്കെയായിരുന്നു ഫെയർവെല്ലിന്റെ സംശയം. അങ്ങനെ ഒരു മീറ്റിങ്ങിനിടെ വൈറ്റ്മാൻ ഒരു ഫോൺ കോൾ വരാണ്. ഒരു ലേഡി ആയിരുന്നു ഫോണിൽ. നിങ്ങൾക്കൊരു മിഷൻ ഉണ്ട്. പുറത്തു നിർത്തിയിട്ട കാറിൽ ഇന്ന് കൃത്യം 10:15 ലോങ് ഹാർവസ്റ്റ് ലെയിനിൽ ചെന്ന് ഒരു ബോഡി എടുത്ത് അത് റോയൽ ആൽബർട്ട് ഡോക്കിൽ കൊണ്ടുവരണം. ഇത് കേട്ട് വൈറ്റ്മാൻ ഒന്ന് പരിങ്ങി. കാരണം അല്ലെങ്കിലേ ഫെയർവെല്ലിന് ഇയാളെ സംശയമാണ്. അപ്പൊ എന്തായാലും അയാളുടെ ഒരു കണ്ണ് വൈറ്റ്മാന്റെ മേലെ ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഈ ടാസ്ക് റിസ്ക് ആണ് എന്നൊക്കെ വൈറ്റ്മാൻ പറയുന്നുണ്ടെങ്കിലും ആരും കാണാതെ ഈ ജോലി തീർക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നോ യു ആർ ലൗഡ് എന്ന് പറഞ്ഞ് ആ ലേഡി കോൾ കട്ട് ചെയ്തു. അങ്ങനെ ആ ലേഡി പറഞ്ഞതുപോലെ ലോങ് ഹാർവസ്റ്റ് ലെയിനിലെത്തിയ വൈറ്റ്മാൻ അവിടെ നേക്കഡായ ഒരു മെയിൽ ബോഡി കണ്ടു. 2023 ഷഹാര ഹസൻ കണ്ട അതേ ഐഡന്റിഫിക്കേഷൻ മാർക്കുള്ള അതും ഒരേ പൊസിഷനിൽ കിടക്കുന്ന സെയിം ബോഡി. സീൻ കട്ടായ ഇനി വർഷം 1890. ഇതാണ് ഡിറ്റക്റ്റീവ് ആൽഫ്രഡ് ഹില്ലിംഗ്ഹെഡ്. മോഷണത്തിന്റെ പേരിൽ ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അയാള്. പെട്ടെന്ന് നേരത്തെ കണ്ടതുപോലെ ഇവിടെയും ബൾബെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. എന്താണ് പ്രശ്നമെന്നറിയാൻ നോക്കിയ ഹില്ലിംഗ്ഹെഡിന് ലോങ് ഹാർവസ്റ്റ് ലെയിനിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ട സെയിം ബോഡി കണ്ടുകിട്ടി. അവിടെ ഈ ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സ് എടുത്തതിന്റെ പേരിൽ ഒരാളുടെ ക്യാമറ പോലീസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇയാളാണ് ഹെൻറി ആഷ്. ആളൊരു ജേർണലിസ്റ്റ് ആണ്. അതുകൂടാതെ ഇയാളൊരു ഹോമോസെക്ഷൽ ആണ്. 1890s എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള കമ്മ്യൂണിറ്റികളെ പ്രകൃതി വിരുദ്ധരായൊക്കെ കാണുന്ന ടൈമായിരുന്നു. അതുകൊണ്ടാണ് ഒരു ജേർണലിസ്റ്റ് ആയിട്ട് കൂടെ പോലീസ് ഇയാളോട് മിസ്ബിഹേവ് ചെയ്യുന്നത്. ഇതൊരു ക്രൈം സീനാണ്. ഈ ഫോട്ടോസ് ഇപ്പോൾ എവിഡൻസ് ആണ്. അതുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്ത ശേഷം ഞാൻ വന്ന് കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഹില്ലിംഗ്ഹെഡ് ഹെൻറിയോട് അവിടുന്ന് പോകാൻ പറയാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ 3 ടൈം പീരീഡ് കണ്ടു. ഈ 3 ഇയേഴ്സും പാരലലായാണ് സീരീസിൽ കാണിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ട ഇയേഴ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1890 ഡിറ്റക്റ്റീവ് ഹില്ലിംഗ്ഹെഡ്, 1841 ഡിറ്റക്റ്റീവ് വൈറ്റ്മാൻ, പിന്നെ 2023 ഡിറ്റക്റ്റീവ് ഹസൻ. സീൻ കട്ടായ ഇനി 2023 CCTV വിഷ്വൽസ് പ്രകാരം കൊലപാതകി എന്ന് സംശയിക്കുന്ന ആ പയ്യന്റെ പേര് സയ്യിദ് തഹിർ ആണെന്നും അവൻ അവസാനമായി കോണ്ടാക്ട് ചെയ്തത് അവന്റെ സിസ്റ്ററെയാണ് എന്ന അവൻ ഷൂട്ട് ചെയ്യുന്നത് താൻ കേട്ടിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ് ഹസനും അവളുടെ സുപ്പീരിയർ ആയ ഡാനി ബാബറും. ഇനി അടുത്ത സീനിൽ പോസ്റ്റ്മോർട്ടം ടേബിളിലുള്ള ആ മിസ്റ്റീരിയസ് ബോഡി ഇവിടെ 1890ലെയും 2023ലെയും വിഷ്വൽസ് നമ്മളെ പാരലായി കാണിക്കുന്നുണ്ട്. 2023 ഇയാളുടെ ഒരു ഡീറ്റെയിൽസും അവൈലബിൾ അല്ല എന്നും അയാളുടെ DNA ഇവിടെയുള്ള ആരുടെ ഡാറ്റാബേസുമായി മാച്ച് ആവുന്നില്ല എന്നും അതേപോലെ അയാളുടെ കണ്ണിലുള്ള മുറിവ് ഒരു ബുള്ളറ്റ് വൂണ്ടാണ് എന്നാൽ ചുറ്റുപാടും ഒരു ബുള്ളറ്റ് കേസ് പോലും കണ്ടെത്തിയിട്ടില്ല. അത് മാത്രമല്ല ഈ മുറിവിൽ നിന്ന് ഷൂട്ട് ചെയ്ത ബുള്ളറ്റോ അല്ലെങ്കിൽ അത് പുറത്തു പോയതിന്റെ പാടോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ ഫോറൻസിക് ഡോക്ടർ ഹസനോട് പറയാണ്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെ 1890ലും അവിടെയുള്ള ഡോക്ടർ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ്ഹെഡിനോട് പറയുന്നുണ്ട്. അതേപോലെ ആ ബോഡിയുടെ കയ്യിലെ സിംബൽ, നെറ്റിയിലെ മുറിവ്, ഇതൊക്കെ എന്താണ് എന്നത് ഇവരുടെ മുന്നിലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെയായിരുന്നു.
സീൻ കട്ടായ ഇനി 1941 ബോഡിയുടെ കേസിലേക്ക് വന്നാൽ ആ ബോഡി കണ്ട് നോക്കി നിൽക്കുന്ന വൈറ്റ്മാനെ ഒരു പെങ്കൊച്ചു കാണുന്നുണ്ട്. എന്നാൽ അവളോട് അവൻ നിൽക്കാൻ പറയുന്നതിന് മുന്നേ അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെ ഒട്ടും സമയം കളയാതെ ആ ബോഡി കാറിലാക്കി ആ ലേഡി പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിനിടെ ഒരു പോലീസ് കാർ വൈറ്റ്മാന്റെ പിന്നാലെ വരാൻ തുടങ്ങി. ഇതേ സമയത്ത് അവിടെ ഷെൽ അറ്റാക്കും നടക്കുന്നുണ്ട്. ആ പോലീസ് വണ്ടി തന്റെ പിന്നാലെ തന്നെയുണ്ടെന്ന് മനസ്സിലാക്കി രണ്ടും കൽപ്പിച്ച് വൈറ്റ്മാൻ കാറ് നിർത്തി. ഇയാളെ ഫോളോ ചെയ്തത് മറ്റാരും അല്ലായിരുന്നു, വൈറ്റ്മാന്റെ സീനിയറായ ഇൻസ്പെക്ടർ ഫെയർവെൽ ആയിരുന്നു. അങ്ങനെ അയാൾ വൈറ്റ്മാനോട് കാറിന്റെ താക്കോല് തരാൻ പറഞ്ഞ് ഡിക്കി തുറക്കാൻ പോയി. താൻ പെട്ടു എന്ന് മനസ്സിലാക്കി വൈറ്റ്മാൻ തന്റെ കയ്യിലുള്ള ഗണ്ണെടുത്തതും പെട്ടെന്നൊരു ഷെല്ല് വീണ് അവിടെയുള്ള ഒരു ബിൽഡിംഗ് തകർന്ന് ഫെയർവെല്ലിന്റെ മുകളിലേക്ക് വീണു. അങ്ങനെ ഇതെല്ലാം കണ്ട് ആള് കൂടുന്നത് കണ്ട് ആ കാർ അവിടെ കളഞ്ഞ് വൈറ്റ്മാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അടുത്ത സീനിൽ അച്ഛന്റെ ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യുന്നതിനിടെ ഹസനെ അൺഒഫീഷ്യലായി വിളിപ്പിച്ച് സയ്യിദിന്റെ ചേച്ചിയോട് നീ തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ ഹസന് കൊടുക്കാണ് ബാബർ. അങ്ങനെ സയ്യിദിന്റെ ചേച്ചിയെ കണ്ട് സംസാരിക്കുന്ന ഹസനോട് അവനാണ് അയാളെ കൊന്നത് എന്നായിരിക്കും പോലീസ് വിചാരിക്കുന്നത് എന്നും എന്നാൽ അവനങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഫോൺ ചെയ്ത് സയ്യിദ് പറഞ്ഞത് എന്നും ആലിയ ഹസനോട് പറയാണ്. സയ്യിദ് ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് താനും വിശ്വസിക്കുന്നത്. എന്നാൽ അവൻ ആ ഗണ്ണ് എവിടുന്ന് കിട്ടി, എന്തിനാണ് ഇതുപോലെയൊക്കെ ചെയ്തത് എന്നൊക്കെ അറിഞ്ഞാലേ ഈ കുടുക്കിൽ നിന്ന് അവനെ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇനി സയ്യിദ് ഫോൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ നമ്പറിൽ വിളിച്ച് ഇൻഫോം ചെയ്യണം, അവന് പറയാനുള്ളത് മുഴുവൻ താൻ കേൾക്കും എന്ന് അവനോട് പറയണം എന്നൊക്കെ പറഞ്ഞ് ഹസൻ തന്റെ പേഴ്സണൽ നമ്പർ ആലിയയ്ക്ക് കൊടുത്തു. അങ്ങനെ പാർട്ടിയിലേക്ക് തിരിച്ചു നടക്കുന്ന ഹസൻ യെല്ലോ ജാക്കറ്റ് ഇട്ട ഒരു പയ്യൻ വഴിയിൽ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു. സീൻ കട്ടായ ഇനി അടുത്ത സീനിൽ 1890 ഹെൻറിയുടെ കയ്യിൽ നിന്ന് ഫോട്ടോസ് വാങ്ങാൻ വരുന്ന ഹില്ലിംഗ് ഹെഡിനെ കാണാം. അവിടെ ഹെൻറി എടുത്ത ഫോട്ടോസ് എല്ലാം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഹില്ലിംഗ് ഹെഡിനോട് ഇതാണ് താൻ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ്, എന്നാൽ അതിൽ അവസാനത്തേതിൽ നിങ്ങൾക്ക് വേണ്ടതുണ്ടാവും എന്ന് പറഞ്ഞ് ഹെൻറി കാണിച്ച ഫോട്ടോയിൽ ക്യാപ്പ് ധരിച്ച ഒരാളുടെ റിഫ്ലക്ഷൻ കാണാമായിരുന്നു. ഞാൻ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടില്ല, ചിലപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ അയാൾ അവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഹെൻറിയോട് അല്ല നിങ്ങളെന്തിനാ ശരിക്കും അവിടെ പോയത്, നിങ്ങളവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ച ഹില്ലിംഗ് ഹെഡിനോട് എനിക്കൊരു ആർട്ടിക്കിളിന് വേണ്ടി അവിടെയുള്ള നൈറ്റ് ലൈഫ് ഫോട്ടോസ് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ രാത്രി മുതലേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹെൻറിയോട് നീ പറയുന്നതിന് എന്തെങ്കിലും തെളിവ് വേണ്ടേ, അതുകൊണ്ട് ആ സമയത്ത് നീ എടുത്ത ഫോട്ടോസൊക്കെ കാണിക്ക്, ഇല്ലെങ്കിൽ ഈ കേസ് ഇവിടെയൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞ ഹില്ലിംഗ് ഹെഡിന് ഒന്നും മടിച്ചിട്ടാണെങ്കിലും താൻ എടുത്ത ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഹെൻറി. ആ കാലഘട്ടത്തിൽ പ്രകൃതി വിരുദ്ധം എന്നൊക്കെ പറയുന്ന സംഭവത്തിന് വളരെ ബോൾഡായി കാണിക്കുന്ന തരം ഫോട്ടോസ് ആയിരുന്നു ഹെൻറി എടുത്തത്. ഈ ഫോട്ടോസ് എല്ലാം കണ്ട ശേഷം അതിലൊരു ഫോട്ടോയിൽ ഹെൻറിയുടെ കൂടെ നിൽക്കുന്ന ആള് നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ വരുമോ എന്ന് ചോദിച്ച ഹില്ലിംഗ് ഹെഡിനോട് അങ്ങനെ ചെയ്താൽ അവർ അവനെ ജയിലിലാക്കും, അതറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തത് എന്ന് ചോദിച്ച ഹില്ലിംഗ് ഹെഡിനെ കിസ് ചെയ്യാൻ ഹെൻറി മുന്നോട്ട് വന്നപ്പോൾ അവനെ തട്ടിമാറ്റി ഇതുപോലുള്ള പ്രകൃതി വിരുദ്ധ കാര്യങ്ങൾ ചെയ്തതിന് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ വിലങ്ങ് വെച്ച ഹില്ലിംഗ് ഹെഡിനോട് നിങ്ങൾക്ക് ശരിക്കും ഇത് പേടിയാണോ എന്ന് ചോദിക്കുകയാണ് ഹെൻറി. സീൻ കട്ടായ ഇനി അടുത്ത സീനിൽ കഴിഞ്ഞ രാത്രി ബിൽഡിംഗ് പൊളിഞ്ഞു വീണ സ്ഥലത്തേക്ക് എത്തിയ വൈറ്റ്മാനെ ഫെയർവെല്ലിനെ ഈ പറ്റിയ ട്രാജഡിയുടെ ഒക്കെ പിന്നിൽ എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ് അയാളുടെ സീനിയർ. ഇതുവരെ ആരും ആ കാറ് ചെക്ക് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി അതിനുള്ളിൽ നിന്ന് അവിടെയുള്ള ബാക്കി ആരും കാണാതെ തന്റെ സാധനങ്ങളെല്ലാം വൈറ്റ്മാൻ എടുത്തു മാറ്റി. അങ്ങനെ ഒന്നും അറിയാത്ത പോലെ അതിന്റെ ഡിക്കി തുറന്ന് താൻ നേരത്തെ കടത്തിയ ബോഡി അയാൾ എല്ലാരെയും കാണിച്ചു. സീൻ കട്ടായ ഇനി ഓഫീസിൽ കഴിഞ്ഞ ദിവസം വിളിച്ച പോലെ ആ ലേഡി പിന്നെയും വൈറ്റ്മാനെ ഫോൺ ചെയ്തു. ഞങ്ങൾക്ക് ആ ബോഡിയാണ് വേണ്ടത്, അല്ലാതെ ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ അല്ല, നിങ്ങൾ ഈ മിഷനിൽ തോറ്റു എന്ന് പറഞ്ഞ അവരോട് ഞാനിതെങ്ങനെയെങ്കിലും ഒതുക്കി തീർത്തോളാം എന്ന് പറയുന്ന വൈറ്റ്മാനോട് ഇപ്പൊ തന്നെ ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസ് റെക്കോർഡിൽ നിന്ന് മായ്ച്ചു കളയണം, എന്നിട്ട് ഈ കേസ് ക്ലോസ് ചെയ്യണം എന്നാ ലേഡി പറയാണ്. അതങ്ങനെ പെട്ടെന്ന് പറ്റില്ല, ഒരു പോലീസുകാരൻ മരിച്ച കേസാണ്, എനിക്ക് കുറച്ച് സമയം തരണം. ഇത് കേട്ടാ ലേഡി ഒന്നെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരും, നോ യു അലൗഡ് എന്ന് പറഞ്ഞ് അവർ ആ കോള് കട്ട് ചെയ്തു. ഇനി അടുത്ത സീനിൽ വീട്ടിലിരിക്കുന്ന ഹസനെ സയ്യിദ് ഫോൺ ചെയ്യാണ്. നിങ്ങളെ വിശ്വസിക്കാമെന്നാണ് എന്റെ ചേച്ചി പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പൊ തന്നെ വരണം എന്ന് പറഞ്ഞ് സയ്യിദ് ഹസനോട് ഒരു കഫേയിലേക്ക് വരാൻ പറയാണ്. അങ്ങനെ അവനെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഹസൻ ഈ കാര്യം ബാബറെ വിളിച്ചു പറയാണ്. പോലീസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ബാബർ പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ അവരെത്തുന്നതിന് മുന്നേ ഹസൻ സയ്യിദിന്റെ അടുത്തേക്ക് പോയി. നോക്ക്, നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ആ ഗൺ എനിക്ക് തന്ന 30 സെക്കൻഡിനുള്ളിൽ ഇവിടേക്ക് എത്തുന്ന ഒരു കൂട്ടം ആംഡ് പോലീസുകാരിൽ നിന്ന് എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കും. ഇത് കേട്ട് സയ്യിദ് ആരും ഇവിടേക്ക് വരാൻ പോകുന്നില്ല, നിങ്ങൾക്ക് എന്റെ സഹോദരിയെ പറഞ്ഞു പറ്റിക്കാൻ സാധിച്ചേക്കാം, കാരണം അവൾക്കൊന്നും അറിയില്ല, എന്നാ എന്നോട് അവർ പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല, ഇതുവരെ അവർ നടക്കും എന്ന് പറഞ്ഞതൊക്കെ നടന്നു, ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, നിങ്ങൾ തന്നെയാണ് ആ ബോഡി കണ്ടെത്തേണ്ടത്, അങ്ങനെയാണ് അവരെന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സയ്യിദിനോട് നീ എന്തൊക്കെയാ പറയുന്നേ, ആരാണീ അവര് എന്നൊക്കെ ഹസൻ അവനോട് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് ആ ബിൽഡിംഗ് ഇവാക്വേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുള്ള സെക്യൂരിറ്റി അനൗൺസ്മെന്റ് വരുന്നത്.
ഇത് കേട്ടതോടെ എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് സയ്യിദ് തന്റെ കയ്യിലുള്ള തോക്കെടുത്തു. നോ യു ആർ ലൗഡ് എന്ന് പറഞ്ഞ് അവൻ ആത്മഹത്യ ചെയ്തു. സീൻ കട്ടായ ഇനി തന്നെ അറസ്റ്റ് ചെയ്ത ഹില്ലിംഗ് ഹെഡിനോട്, നിങ്ങൾക്ക് എന്റെ കൂടെ ഉള്ള ആളെയല്ലേ അറിയേണ്ടത്, എന്നാൽ നിങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിനോട് ചെന്ന് പറ, അയാളുടെ കല്യാണം കഴിഞ്ഞ മകനായിരുന്നു എന്റെ കൂടെ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്, അയാളാണ് എന്റെ സാക്ഷി എന്ന് പറയാണ് ഹെൻറി. ഇതെല്ലാം കേട്ട് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഹില്ലിംഗ് ഹെഡിന്റെ അടുത്തേക്ക് ആ ഡോക്ടർ വരാണ്. ഇതെന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ച ഡോക്ടറോട്, അസിസ്റ്റന്റ് കമ്മീഷണറുടെ മകനായിരുന്നു ആ ഹെൻറിയുടെ കൂടെ ഉണ്ടായിരുന്നത്, ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് ഹില്ലിംഗ് ഹെഡ്. ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ആ ഫോട്ടോസ് എല്ലാം നോക്കുന്ന ഡോക്ടറുടെ മുഖഭാവം പെട്ടെന്ന് അതിലൊരു ഫോട്ടോ കണ്ടപ്പോൾ മാറി. ആ തൊപ്പി വെച്ച മനുഷ്യന്റെ റിഫ്ലക്ഷൻ ഉള്ള ഫോട്ടോ കാണിച്ചുകൊണ്ട്, ഇയാളെ നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുകയാണ് ആ ഡോക്ടർ. എനിക്കറിയില്ല. ഡോക്ടർ, നിങ്ങൾക്ക് ഇയാളെ അറിയോ? ഇത് കേട്ടതും ആ ഡോക്ടർ ടെൻഷനോട് അവിടുന്ന് പോകാൻ തുടങ്ങുകയാണ്. എന്നോട് സത്യം പറ എന്നൊക്കെ ഹില്ലിംഗ് ഹെഡ് പറയുന്നുണ്ടെങ്കിലും ഈ മർഡറിന് പിന്നിൽ ഇയാളാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഈ കേസ് അന്വേഷിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഇതിവിടെ കത്തിച്ചു കളയുന്നതാണ് നിങ്ങളുടെ ഭാവിക്ക് നല്ലത് എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോയി. സീൻ കട്ടായ ഇനി 2023 അവിടെ മതിലിൽ നമുക്ക് ഹില്ലിംഗ് ഹെഡിന്റെയും അവരുടെ ഗ്രൂപ്പിന്റെയും ഫോട്ടോ കാണാൻ സാധിക്കും. ഇതേ സ്ഥലത്തിരുന്ന് സയ്യിദിന്റെ അടുത്തുനിന്ന് നേരത്തെ കേട്ട വേർഡ്സ്, അതായത് നോ യു ആർ ലൗഡ് എന്ന് തന്റെ നോട്ട് പാഡിൽ എഴുതുകയാണ് ഷഹാറ. പെട്ടെന്ന് എന്തോ കാര്യം ഓർമ്മ വന്നതുപോലെ ഹസൻ ആ കഫേയിലുള്ള CCTV വിഷ്വൽസ് നോക്കുകയാണ്. അവിടെ സയ്യിദ് ഇരുന്ന ടേബിളിൽ 2 കോഫി കപ്സ് ഉണ്ടായിരുന്നു. സോ അതിനർത്ഥം ഹസൻ വരുന്നതിന് മുന്നേ സയ്യിദിനെ കാണാൻ അവിടെ ആരോ വന്നിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി ആ CCTV വിഷ്വൽസ് ബാക്കോട്ട് അടിച്ചു നോക്കിയ ഹസൻ ഒരു യെല്ലോ ജാക്കറ്റ് ഇട്ട പയ്യനെ സയ്യിദിന്റെ അടുത്ത് കാണാണ്. ഈ സെയിം യെല്ലോ ജാക്കറ്റ് ഇട്ട പയ്യനെയായിരുന്നു ഹസൻ കഴിഞ്ഞ ദിവസം രാത്രിയും കണ്ടത്. ഈ സീനോടെ പുതിയൊരു ടൈം പീരീഡ് കൂടി ഇൻട്രൊഡ്യൂസ് ആവാണ്, അതായത് ഫ്യൂച്ചർ 2053. ഇതാണ് ഡിറ്റക്റ്റീവ് മേപ്പിൾവുഡ്. നേരത്തെയുള്ള 3 ടൈം പീരീഡിലും കണ്ട പോലെ ഇവിടെയും ഒരു സ്ട്രീറ്റിലെ ബൾബുകളെല്ലാം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. ഇതെല്ലാം കണ്ട് കാറ് നിർത്തിയ മേപ്പിൾവുഡ് അവിടെ അടുത്തുള്ള ഒരു അടച്ചിട്ട സ്ഥലത്ത് നിന്ന് എന്തോ സൗണ്ട് കേട്ട് അങ്ങോട്ട് പോയി നോക്കുകയാണ്. ഈ സ്ഥലം ഏതാന്നല്ലേ? ഇത് സെയിം ലോങ് ഹാർവസ്റ്റ് ലെയിൻ ആണ്. എന്തോ റേഡിയേഷനൊക്കെ കാരണം ഈ സ്ഥലം ഇപ്പൊ അടച്ചിട്ടിട്ടാണുള്ളത്. അങ്ങനെ ആ ലോക്കെല്ലാം പൊട്ടിച്ച് മേപ്പിൾവുഡ് അകത്ത് കയറിയതും അതിന്റെ ഉള്ളിൽ സെയിം നേക്കഡായിട്ടുള്ള മെയിൽ ബോഡി, അതേ ഗൺ ഷോട്ട് വൂണ്ട്, കയ്യിൽ അതേ മാർക്ക്, ഇങ്ങനെ ഒരു ബോഡി കിടക്കുന്നത് കണ്ട് അതിനടുത്തേക്ക് പോയ മേപ്പിൾവുഡ് ഇങ്ങനെ ഒരു ബോഡി കണ്ടു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാണ്. എന്നാ അതൊരു ഡെഡ് ബോഡി അല്ലായിരുന്നു, അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു.